ഇന്ന് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്, ലെമൺ റൈസ്. ഇതൊക്കെ നമുക്ക് ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയിൽ പെടുന്ന ഒന്നാണ് ലെമൺ റൈസ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കടായിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചെടുക്കുക. അതിനകത്തേക്ക് ഇനി കടലപ്പരിപ്പ് ചേർക്കാം. കടലപ്പരിപ്പാണ് ആദ്യം ചേർക്കേണ്ടത്. കടലപ്പരിപ്പ് ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്ത് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർക്കാം. കടുക് ഇഷ്ടമാണെങ്കിൽ കടുകും ചേർക്കാം. ഞാൻ കടുക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കപ്പലണ്ടി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിനകത്ത് ഒരു 3-4 വറ്റൽമുളകൊന്ന് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ബോയിൽഡ് റൈസ്. വെന്ത് കുഴഞ്ഞ ചോറ് പാടില്ല. പാകത്തിനുള്ള വേവുള്ള ചോറെടുത്ത് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ചോറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്വീറ്റ് പിക്കിളോ അല്ലെങ്കിൽ പപ്പടോ ഒക്കെ ചേർത്ത് നമുക്കിത് പാക്ക് ചെയ്ത് കൊടുക്കാം ലഞ്ച് ബോക്സിൽ. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ നിറയെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് വീഡിയോൻ്റെ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ജെറാനാസ് കിച്ചണും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ. താങ്ക് യു.